ദാരുണമായൊരു അപകടം ഉണ്ടാവുകയും ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം പരിശോധിക്കുന്നത്. രാഹുൽ സുരേഷും അർജുൻ മട്ടന്നൂരും BS രഞ്ജിത്തും ഇക്ബാൽ അറക്കലും ദീപക് മോഹനുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം രാഹുലിലേക്ക് പോകാം. രാഹുൽ, ഇടുക്കിയിൽ ഇന്ന് സ്കൂൾ മുറ്റത്ത് വെച്ച് സ്കൂൾ ബസ് കയറിയാണല്ലോ 4 വയസ്സുകാരി മരിച്ചത്. പ്ലേ സ്കൂളിലെ വിദ്യാർത്ഥി ഹെയ്സൽ ബെൻ മറ്റൊരു കുട്ടിയുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ സ്കൂളിന്റെ വിശദീകരണം വരുന്നത്, കുട്ടി വരുന്നത് കാണാതെ ഡ്രൈവർ ബസ് മുമ്പിലേക്ക് എടുത്തതോടെയാണ് അപകടം ഉണ്ടായത് എന്നതാണ്. സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. രാഹുലിലേക്ക് പോകും മുൻപ് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും സ്കൂൾ ക്യാമ്പസിൽ വെച്ച് നടന്നതുകൊണ്ട് മാനേജ്മെന്റ് ഏറ്റെടുക്കേണ്ടതാണ്. അതനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകുന്നതായിരിക്കും. എന്തെങ്കിലും അശ്രദ്ധ ഉണ്ടായാൽ തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ച് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ ദാരുണമായൊരു സംഭവമാണല്ലോ. തീർച്ചയായും ഇനി ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും പേരൻസുമായിട്ട് ആലോചിച്ചുകൊണ്ടെടുക്കും. പേരൻസിന് വളരെ ആശങ്കയുണ്ടെന്നറിയാം. കുഞ്ഞുങ്ങൾക്കും വളരെയധികം ആശങ്കയുണ്ട്. പ്രധാനമായിട്ട് ഈ കുഞ്ഞുങ്ങളെ, ഈ മാനസിക ആഘാതമുണ്ടായ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള കൗൺസിലിംഗ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഏറെ ദാരുണമായ ഒരു ദുരന്തം എന്ന് തന്നെ നമ്മൾ പറയണം. ഒരു കുഞ്ഞു ജീവനാണ് പൊലിഞ്ഞത്. തീർത്തും അശ്രദ്ധമായി ബസ് കൈകാര്യം ചെയ്തു. കുട്ടികളെ കൊണ്ടുപോവുകയും ഇറക്കുകയും സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടില്ല. സ്കൂൾ ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. വിനീത, വാഴത്തോപ്പിലെ ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂൾ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇതിന് പിന്നാലെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ മാനേജ്മെന്റ് തന്നെ രംഗത്തെത്തുകയും ചെയ്തത്. രാവിലെ 9:05 അപകടം നടന്നിട്ട് ഇതിൽ പ്രതികരണം ഉണ്ടാകുന്നത് 1:15 എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് 3 സംഭവങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, ഈ കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ വാഹനത്തിൽ കയറ്റി ഇറക്കുമ്പോൾ ആയമാരല്ലെങ്കിൽ അധ്യാപകർ കൂടി ഉണ്ടാകണം. അവരുടെ കൈ പിടിച്ച് ക്ലാസ്സിൽ എത്തിക്കേണ്ടത് ഈ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ ആയമാരുടെയും ചുമതലയാണ്. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ്. ഈ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ വാഹനത്തിന് മുന്നിലൂടെ നടന്നു പോയാൽ പോലും അറിയില്ല. അപ്പോൾ കൃത്യമായി പരിശോധന അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയ ശേഷമാണ് വാഹനം മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ. ഇവിടെ അത് ഉണ്ടായിട്ടില്ല. അതുകൂടാതെ CCTV ദൃശ്യങ്ങളുടെ കുറവാണ്. CCTV അവിടെ ഉണ്ട്, പക്ഷേ 2 ദിവസമായി അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. ഇങ്ങനെ 3 വീഴ്ചകളാണ് ആദ്യം തന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക്, കൂടുതൽ ചോദ്യങ്ങൾക്ക് സ്കൂൾ അധികൃതർ മറുപടി പറയുന്നില്ല. ആരുടെയെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസുമായി സഹകരിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മാനേജ്മെന്റ് ഒപ്പം ഉണ്ടാകുമെന്ന് പറയുക മാത്രമാണ് സ്കൂൾ മാനേജ്മെന്റ് ചെയ്തത്. ഇതിൽ ഓർക്കണം, 4 വയസ്സുകാരിയായിട്ടുള്ള ഹെയ്സൽ ബെന്നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. 3 വയസ്സുകാരിയായിട്ടുള്ള ഇനായത്ത് എക്സിൻ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുകയാണ്. 3 വയസ്സുകാരുടെ വലതുകാലിലൂടെയാണ് വാഹനം കയറിയിറങ്ങിയത്. അസ്ഥികൾക്ക് പൊട്ടലുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോടുകൂടി തന്നെ ഇതിന്റെ ഈ അപകടത്തിന്റെ വ്യാപ്തി കുറയുന്നില്ല. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടത്. ഒരു കുഞ്ഞു ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിലെന്തായാലും തുടർ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും എത്തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. നാളെ ആയിരിക്കും കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകുക. മാതാപിതാക്കൾ ഉൾപ്പെടെ എറണാകുളത്താണുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും അവരെത്തുക. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ ഇടുക്കി പോലീസിന്റെ നേതൃത്വത്തിലും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആ അന്വേഷണത്തിനൊടുവിൽ എന്തായാലും നടപടിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിനീത, ശരി. രാഹുൽ സുരേഷാണ് ചേർന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിൽ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ഒക്കെ കൃത്യമായി അത് ആയമാരുടെ ശ്രദ്ധയുണ്ടാകണം, അല്ലെങ്കിൽ അധ്യാപകരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയുണ്ടാകണം. ഒരു ജീവൻ പോലും പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർത്തും അശ്രദ്ധമായി തന്നെയാണ് വാഹനം ഓടിച്ചത് ഡ്രൈവർ എന്ന് വ്യക്തമാവുകയാണ്. മറ്റൊരു കുട്ടിക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും കൃത്യമായി ഇതിൽ ബോധവൽക്കരണം നടത്തണം. രക്ഷിതാക്കളുടെ ശ്രദ്ധ വേണം, ഒപ്പം അധ്യാപകരുടെയും ആയമാരുടെയും ഒക്കെ ശ്രദ്ധ വേണം. ഒരു വീഴ്ചയും ഉണ്ടാകരുത്. ഒരു ജീവൻ പോലും പൊലിയുകയും ചെയ്യരുത്.